വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പൂർത്തീകരിക്കുന്നതിൽ യാതൊരു തടസ്സവും സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി. എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീംകോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചത്. എന്തെങ്കിലും ഉത്തരവുകളോ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നൽകും. എന്നാൽ SIR പ്രക്രിയയ്ക്ക് യാതൊരു തടസ്സവും ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാ സംസ്ഥാനങ്ങളും ഇത് മനസ്സിലാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ SIR നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. പശ്ചിമ ബംഗാളിലെ SIR സമയപരിധി ഒരാഴ്ച കൂടി നീട്ടുകയും ചെയ്യും. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം കേൾക്കുകയായിരുന്നു കോടതി. SIR പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തെരുവുകളിലെ അക്രമങ്ങൾ വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ വാദത്തിനിടെ ഉയർന്നു വന്നപ്പോൾ ഒരു സംസ്ഥാനത്തും SIR നടപടിക്രമങ്ങൾ തടയാൻ അനുവദിക്കില്ല എന്ന് കോടതി പറഞ്ഞു. തങ്ങളുടെ നടപടികളെ ന്യായീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാൾ സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിക്കുകയും ചെയ്തു. അതേസമയം സംസ്ഥാനത്തെ SIR നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ മാറി. ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർണ്ണമായി. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും 100% ഹിയറിംഗ് പൂർത്തിയാക്കി. സംസ്ഥാനത്ത് ഇതുവരെ പുതിയതായി 28,000-ലധികം പേരാണുള്ളത്. 2.5 ലക്ഷത്തിലധികം കേസുകളാണ് പരിശോധന പൂർത്തിയായത്. സംസ്ഥാനത്ത് ഹിയറിംഗിലൂടെ 28,158 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഇതുവരെ പുറത്തായത്.